ധന്യ രജിത, അങ്ങനെ ഇന്ത്യ മുന്നണി പിരിച്ചുവിട്ടു. പിരിച്ചുവിടണമെന്ന ആവശ്യം ഘടകകക്ഷികളിൽ നിന്ന് ശക്തമായി ഉയർന്നു. ചിലർ പറയുന്നു മമതാ ബാനർജിയെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരണം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മമതാ ബാനർജിയെ വളരെ നേരത്തെ കൊണ്ടുവരേണ്ടിയിരുന്നു എന്ന് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ആർജവമുള്ള, വാക്കുകൾക്ക് ശക്തിയുള്ള, നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് മമത. ആ നിലയ്ക്ക് മമത തീർച്ചയായിട്ടും വരണമെന്ന് തന്നെയാണ്. ഇത് വളരെ സൗമ്യക്ക് എന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവൻ കാൽനടയായിട്ട് നടന്നു എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള എന്താ പറയുക റെക്കോർഡ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു നേതാവ് ഒരിക്കലും ആകുന്നില്ല. ഒരു നേതാവിന് ചില അനുഗുണങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിച്ചാൽ മാത്രമേ അയാൾ നേതാവാകുകയുള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ചിലരുടെ ചട്ടുകമായിട്ട്, കേരളത്തിലെ ചില നേതാക്കളുടെയൊക്കെ ചട്ടുകമായിട്ട് ദേശീയ തലത്തിൽ അവർക്കൊരു പ്രൗഢി മേനി പറഞ്ഞ് നടക്കാനുള്ള ഒരു ആയുധമായിട്ട് രാഹുൽ ഗാന്ധി മാറുമ്പോൾ, ഇടയ്ക്ക് പാർലമെന്റിൽ വെച്ചിട്ട് പാർലമെന്റിൽ മുന്നിരുന്നുകൊണ്ട് SIR ചില കേസുകളൊക്കെ വന്നത് 2 വർഷം കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് അത് പൊട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ റിലയൻസ് പെട്രോളിയം പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോർന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ പറയാനുള്ള റിലയൻസിന്റെ ഒരു നാവായിട്ട് കൂടി മാറുന്ന ഒരു നേതാവിനെ, ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ട് ഒരു ഒടുവിൽ നിവൃത്തിയില്ലാതെ പറഞ്ഞു, സത്യം പറഞ്ഞു മുന്നണിയിലുള്ള ആളുകൾ. അത് ആരൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാലും അത് വളരെ ശ്രദ്ധേയമാണ്, ശ്ലാഘനീയമാണ്. എങ്ങനെയാണ് തന്നെ നോക്കിക്കാണുന്നത്? അല്ല, നയിക്കാൻ ഒരാളില്ലെങ്കിൽ ആ പാർട്ടി മുന്നോട്ട് പോവില്ല എന്നുള്ളത് കറക്റ്റാ. അത് പോവില്ല എന്നുള്ളത്. ഇപ്പൊ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ കടുവ അവര് മോദിയെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സ്ത്രീയാണ്. ഭയങ്കരമായി അവർ മോദിയെ വിമർശിക്കും. പക്ഷേ അവരുടെ ഒരു ജീവിത രീതി നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴും ആ ബംഗാൾ അകത്ത് ചേരിക്കകത്ത് ഒരു വീട്ടിലാണ് അവർ ഇപ്പോഴും താമസിക്കുന്നത്. ഇറങ്ങിയിട്ട് അവരെ വീട്ടിലേക്ക് നടക്കാൻ റോഡ് പോലും ഇല്ല, ഒരു ഇടവഴിയാണുള്ളത്. ആ ഇടവഴിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ പോലും വയ്ക്കാതെ ഒറ്റയ്ക്ക് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ബംഗാളിൽ കാണാൻ കഴിയുന്നത്. പുസ്തകങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റിയാണ് അവരുടെ പ്രധാന വരുമാനം. അതെ, അത്രയും ചങ്കുറപ്പുള്ള ഒരു വനിതയാണ്. അതുകൊണ്ട് അവർ മോദിയെ വിമർശിക്കട്ടെ, അത് അവരുടെ രാഷ്ട്രീയം. പക്ഷേ അങ്ങനെ കഴിവുള്ള ഒരു സ്ത്രീ നയിക്കാൻ മുന്നിലുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് രാജ്യത്തെ ക്ലച്ച് പിടിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ആരെന്നുകൂടി നോക്കണം. കാരണം ഈ അടുത്ത കാലത്ത് ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു ഇന്റർവ്യൂ ഇറങ്ങി. സാറും പ്രജിതയെ ശ്രദ്ധിച്ചു കാണും എനിക്ക് തോന്നുന്നു. നരേന്ദ്രമോദിയെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണ്ട, മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറി വിജയിച്ച ഒരാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് മോദി എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങളല്ല മോദിയെ ജയിപ്പിച്ചത് മോദിയുടെ കഴിവാണ്, മോദിയുടെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനമാണ്, മോദിയുടെ പ്രവർത്തനമാണ്, മോദിയുടെ വികസനമാണ്. അതാണ് മോദിയെ ജയിപ്പിച്ചത്. അത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബവാഴ്, ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയും കോൺഗ്രസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കോൺഗ്രസ് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിനെ എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രി കുപ്പായത്തിന് വേണ്ടി കടുപിടി കൊള്ളുന്ന രമേശ് ചെന്നിത്തല, VD സതീശൻ, AICC സംഘടനാ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു KC വേണുഗോപാൽ, VM സുധീരൻ, വേണമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ വരും ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക്. കാരണം ഇവർക്ക് മുഖ്യമന്ത്രി മറ്റ് തദ്ദേശ സ്വയംഭരണ അതൊന്നും ഇവർക്ക് വേണ്ട. പൊതുമരാമത്ത്, വൈദ്യുതി, കാർഷിക ഇതൊന്നും ഇവർക്ക് വേണ്ട. ഇവർക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇതിനു വേണ്ടി മാത്രം. പിന്നെ ഒരു A മുതൽ Z അല്ല, ഇപ്പൊ ഇവർ വേറെയും അക്ഷരങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം അക്ഷരമാലയുള്ള ഒരു സംഘടന ഇതെങ്ങനെ പച്ചപിടിക്കാനാണ്? ഇതിന് കൃത്യമായിട്ട് നയിക്കാൻ ഒരാളില്ല. രണ്ടാമത് നമ്മൾ ഇനി കേരളം വിട്ട് ഇന്ത്യയിലേക്ക് പോയാൽ ഈ പല സംസ്ഥാനങ്ങളും ഇവർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണ് BJP അവർക്ക് ആധിപത്യം സ്ഥാപിച്ചെടുത്തത്, അവരെങ്ങനെയാണ് അവിടെ വേരൂന്നിയത് എന്ന് പഠിക്കാനുള്ള ശ്രമമെങ്കിൽ അറ്റ്ലീസ്റ്റ് നടത്തണം. ഭാവി പ്രധാനമന്ത്രിയാണ്, യുവ പ്രധാനമന്ത്രിയാണെന്ന് 65 വയസ്സിനും പറഞ്ഞുകൊണ്ട് നടന്ന പാർട്ടി വളരില്ല. ജോഡോ യാത്ര നടത്തി. ജോഡോ യാത്ര ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് അതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത ആസാമിലാണെന്ന് തോന്നുന്നു, തൊട്ടടുത്ത സമയത്ത് നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റു. രാജസ്ഥാനിൽ നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റു. അവിടെ BJP ആണ്. ഇപ്പൊ ഇതാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധി എന്ത് പറയുന്നു, രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു? ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഇന്നലെയും കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് മോദിയെ പൊഴുത്തിക്കൊണ്ട് തരൂർ വീണ്ടും രംഗത്തെത്തി. എന്തുകൊണ്ട് ഇവർ തരൂറിനെ പുറത്താക്കുന്നില്ല? ഇവർക്ക് ഭയമാണ്. തരൂർ പറയുന്നത് നിങ്ങൾ എന്നെ ഒന്ന് പുറത്താക്കുക, ഞാനൊന്ന് പൊക്കോട്ടെ ഈ പാർട്ടിയിൽ നിന്ന്, എന്നെ ഒന്ന് വിട്, ഞാനൊന്ന് ഇറങ്ങി പൊക്കോട്ടെ. ഇല്ല, വിടത്തില്ല.
തരൂർ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്, മോദിയാണ് നല്ലത്, മോദിയാണ് നല്ല വികസനം, മോദിയാണ് കൊണ്ടുവന്നത്, രാജ്യത്തിന്റെ വളർച്ച മോദിയിലൂടെയാണ്, രാജ്യം പ്രതിരോധ സംവിധാനത്തിലും ആഗോള വിപണിയിലും അല്ലെങ്കിൽ എല്ലാ രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ രാജ്യം വളരുന്നത് മോദിയുടെ രീതിയിലാണ്. നിങ്ങൾ എന്നെ ഒന്ന് വിട്ടുതാ, ഞാൻ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചോട്ടെ. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് പിടിച്ച പുലിവാലാണ് തരൂർ. അതെ, എന്നിട്ട് തരൂരിനെ വിടുന്നില്ല. വിട്ടാൽ തിരിഞ്ഞു കടിക്കും. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിന് ശേഷം മൂപ്പർ ഇവിടെ നിൽക്കില്ല. മൂപ്പർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയില്ല. അല്ല, ആ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് അങ്ങേടതല്ല. അതാണ് അവിടുത്തെ അങ്ങേർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. രാഷ്ട്രീയം ലോകമെമ്പാടും, ലോകത്തിൽ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അതെ, ആളുകൾ മാറിയിരിക്കുന്നു. അത് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു നേതാവിന് അത് അറിയാം. എന്നിരുന്നാൽ പോലും BJP സത്യത്തിൽ കോൺഗ്രസിന് നന്ദി പറയണം. എന്താണെന്നറിയോ, ഈ കോൺഗ്രസ് കൊണ്ടുവരുന്ന എല്ലാ വെടിക്കെട്ട്, ഇപ്പൊ ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ബോംബ് എല്ലാം കൊണ്ടുവന്നല്ലോ. ഈ ബോംബ് എല്ലാം നേരെ തിരിച്ച് BJPക്ക് ഗുണകരമാവുന്ന രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ B ടീമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തമാശക്ക് പറയും BJPയുടെ ഐശ്വര്യം രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് എന്ത് സംഭവിക്കാനും BJP സമ്മതിക്കില്ല. കാരണം അത്രയും പ്രൊട്ടക്ഷൻ ആണ്. മോദി പറയുന്നത് എന്നെക്കാളും പ്രൊട്ടക്ഷൻ രാഹുലിന് നിങ്ങൾ കൊടുക്കണം, രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ ഐശ്വര്യം. വെറുതെ ചോദിച്ചപ്പോ അപ്പൊ തന്നെ കൊടുത്തല്ലോ. അല്ല, സുരക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേര് ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഫണ്ട് ഇറക്കേണ്ടി വരും. ഇപ്പൊ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഫണ്ട് ഇറക്കണ്ട. അല്ല, അത് പോയിട്ട് ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബീഹാറിൽ ചെന്ന് സംസാരിച്ചിട്ട് മോദിയുടെ അമ്മയ്ക്ക് വിളിച്ചു. അവിടെ ഏതോ ഒരു നേതാവാണ് വിളിച്ചത്. അവരതിനെ ഇതാക്കിയെടുത്ത് അവരത് കൃത്യമായി അവരുടെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. മോദിയുടെ അമ്മയെ വളരെ മോശമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊരു വിരുദ്ധതയാണ് ഇവർ പറഞ്ഞു പരത്തിയത്. റെഡ് ഫോർട്ടിൽ ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ, ആ സമയത്ത് ബ്ലാസ്റ്റ് നടക്കുമ്പോൾ പറഞ്ഞു വരുത്തിയത് കൃത്യമായ പ്ലാനാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്ലാനാണ്. എന്തൊരു വിരുദ്ധതയാ പറയുന്നത്. എന്നിട്ട് എന്താ റിസൾട്ട്? ഇപ്പൊ അത് പറയുന്നത് ആരെങ്കിലും പറഞ്ഞവർ പോലും അത് പിൻവലിക്കേണ്ടി വരും. കാരണം അതിപ്പോ 2 ചാനലുകൾ ഇരുന്ന് ഇത് അടുപ്പുകൂട്ടി ചർച്ച നടത്തി. ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, മാത്രമല്ല ഈ ബോംബ് ഉണ്ടാക്കുന്ന രീതികളെ കുറിച്ച് ഇവർ ചർച്ച നടത്തി ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ അവര് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത ലൈസൻസ് പുതുക്കാൻ വരുമ്പോൾ ഈ വീഡിയോകൾ ഞങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി ലൈസൻസ് തരുന്നുള്ളൂ എന്ന് അവിടുന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ധന്യ, ഈ മമതാ ബാനർജി വരുന്ന കാര്യം എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? അത് സംഭവിക്കുന്നതന്നെയല്ലേ? തീർച്ചയായിട്ടും അത് സംഭവിക്കണം സാർ. കാരണം ഒരു പാർട്ടി നശിച്ചു പോകണം. കാരണം ഒരുപാട് വർഷങ്ങളോളം 70 വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. വേണ്ട എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം വേണം. അതുകൊണ്ട് കോൺഗ്രസ് വേണം. ഇപ്പൊ ഉരുക്ക് വരുന്നതൊക്കെ നമ്മൾ ഇന്ദിരാഗാന്ധിയെ പറയുന്നു. ഇന്ദിരാഗാന്ധി കുറെ കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ മമതാ ബാനർജിയെ പോലെ കഴിവും നിലപാടുകളും കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന നേതൃപാഠം ഒക്കെ ഉള്ള ഒരു സ്ത്രീ നേതൃപദത്തിലോട്ട് വരട്ടെ. അവര് വന്ന് പാർട്ടിയെ നയിക്കട്ടെ, എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പിന്നെ ഒരു സ്ത്രീ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ഇപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ എങ്കിൽ പോലും പിന്നെ ഇപ്പൊ പിണറായി വിജയനെ പോലെ ഏറ്റവും ധാർഷ്ട്യമായ വാക്കുകളാണ് മമതയുടെ വായിൽ നിന്ന് മോദിക്കെതിരെ ഉണ്ടാവുന്നത്. ഭയങ്കരമായ, എനിക്ക് തോന്നുന്നു ലോകത്ത് രാഹുൽ ഗാന്ധിയെക്കാൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ മോദിയെ വിമർശിക്കുന്നതിൽ ഏറ്റവും നമ്പർ 1 നിലപാടുകൾ ഉയർത്തി മോദിയെ വിമർശിക്കുന്ന ഒരാളാണ്. വ്യക്തമായും കൃത്യമായും വിമർശിക്കുന്ന ഒരാൾ മമതാ ബാനർജിയാണ്. അപ്പൊ അവര് മുന്നിൽ നിൽക്കുമ്പോൾ എന്താ പറയാ, എതിരാളികൾക്ക് ശക്തിയുള്ളപ്പോൾ കളിക്കാൻ കുറച്ചുകൂടി കൂടുമെന്ന് പറയുന്നത് മോദിക്കും കളിക്കാൻ കുറച്ചുകൂടി താല്പര്യം. എന്തായാലും സോണിയാഗാന്ധി ഇരിക്കുന്ന ആ സീറ്റിലേക്ക്, ആ സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും മമത വരട്ടെ. അതാണ് ശരിയായ നിലപാട്.